ബിഗ് ബോസ് താരജോഡികളായ ജാസ്മിനും ഗബ്രിക്കും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ്. ഇരുവരുടെയും സൗഹൃദം പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഗബ്രിയുടെ പിറന്നാൾ ദിനത്തിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ. ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൗഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റേതും ഗബ്രി ജോസിന്റേതും. പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും ചെയ്തത്. യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി. ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളുമൊക്കെയായി ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി. ഒളിവും മറയും ഇല്ലാത്ത സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായില്ല. ജാസ്മിന്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളെല്ലാം ഇരുവരും പരസ്പരം ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ പിറന്നാൾ. അർദ്ധരാത്രിയിൽ തന്നെ ആരാധകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം ഗബ്രിക്ക് സോഷ്യൽ മീഡിയ വഴി ഫോൺ കോൾ മുഖേനയുമുള്ള ആശംസകൾ നേർന്നു തുടങ്ങിയിരുന്നു. ജാസ്മിനും പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്നാൽ അവിടം കൊണ്ടൊന്നും ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഗബ്രിക്ക് കിടിലൻ ഒരു പിറന്നാൾ ആഘോഷമാണ് ജാസ്മിൻ തന്റെ ബിഗ് ബോസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരുക്കിയത്. സർപ്രൈസുകളുടെ തുടക്കം കൊച്ചിയിൽ ഒരുക്കിയ കേക്ക് കട്ടിംഗ് ചടങ്ങിലൂടെയായിരുന്നു. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ആഘോഷം. സിനിമാ കഥ കേൾക്കാനെന്നും പറഞ്ഞ പിറന്നാൾ ആഘോഷം നടക്കുന്ന സ്പോട്ടിലേക്ക് ഗബ്രിയെ ജാസ്മിന്റെ നിർദ്ദേശപ്രകാരം എത്തിച്ചത് സായി കൃഷ്ണനായിരുന്നു. കഥ കേൾക്കാനായി എത്തിയ ഗബ്രി പിറന്നാൾ സെലിബ്രേഷൻ ആണെന്ന് അറിഞ്ഞതോടെ ഞെട്ടി. വലിയൊരു ബൊക്കെ സമ്മാനിച്ചാണ് ഗബ്രിയെ ജാസ്മിൻ സ്വീകരിച്ചത്. ശേഷം ഗബ്രിക്ക് ഏറെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ആയ ഫെറേറോ റോഷറിന്റെ വലിയൊരു ബോക്സ് സമ്മാനിച്ചു. ശേഷം കേക്ക് കട്ടിംഗ് നടന്നു. ജാസ്മിന് പുറമെ സായി കൃഷ്ണൻ, സിജോ തുടങ്ങിയവരും ആഘോഷത്തിൽ പങ്കെടുത്തു. വാച്ച് പ്രേമിയായ ഗബ്രിക്ക് വില കൂടിയ ഒരു വാച്ചാണ് ജാസ്മിൻ സമ്മാനമായി നൽകിയത്. അതും ഗബ്രിയുടെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വാച്ച് തന്നെയാണ് ജാസ്മിൻ സമ്മാനിച്ചത്. വാച്ച് ഗബ്രിക്കും ഇഷ്ടപ്പെട്ടു. ആ ഒരു കേക്ക് മുറിയോടെ പിറന്നാൾ ആഘോഷം അവസാനിച്ചുവെന്ന് ഗബ്രി കരുതിയിരുന്നത്. എന്നാൽ അതൊരു തുടക്കമായിരുന്നു. അതിനേക്കാൾ ഗംഭീരമായ ഒരു ബർത്ത്ഡേ പാർട്ടി ബിഗ് ബോസ് താരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം വിളിച്ചു ചേർത്ത് അന്നേ ദിവസം വൈകിട്ട് ഗബ്രിക്കായി ജാസ്മിൻ ഒരുക്കി. നേരത്തെ ജാസ്മിന്റെ പിറന്നാളിന് ഗബ്രി സർപ്രൈസ് ഒരുക്കിയിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ആണ് ജാസ്മിൻ ഇപ്പോൾ തനിക്ക് നൽകിയിരുന്നത് എന്ന് ഗബ്രി വീഡിയോയിൽ പറഞ്ഞു. ഇതുപോലെ സ്പീച്ച്ലെസ് ആയ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം എൻ്റെ പിറന്നാളിന് ഞാൻ കേക്ക് പോലും മുറിച്ചിരുന്നില്ല. ജാസ്മിനും സായിക്കും സിജോയും ഒക്കെ നന്നായി അഭിനയിച്ചു. എനിക്ക് മനസ്സിലായില്ല, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നിൽക്കുന്നത് എന്നും ഗബ്രി പറഞ്ഞു. ജാസ്മിൻ നൽകിയ സമ്മാനങ്ങൾ കണ്ട് ഗബ്രിയും ബിഗ് ബോസ് താരങ്ങളും ഞെട്ടി. വാച്ച്, ഒരു കുരങ്ങു ബൊമ്മ, ജെൽ ബ്ലാസ്റ്റ് റൈഫിൾ കളിപ്പാട്ടം, ഗൂച്ചിയുടെ സൺഗ്ലാസ്, പ്ലേ സ്റ്റേഷൻ 5 എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ജാസ്മിൻ ഗബ്രിക്കായി ഒരുക്കിയിരുന്നു. ഞാൻ നമുക്കിടയിൽ സംസാരിച്ച കാര്യങ്ങളിൽ പലതുമാണ് നിങ്ങൾ എനിക്കായി തന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെയധികം നന്ദിയുള്ളവളാണ്. ഒരാളെ പരിചയപ്പെടുവാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി മാറുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ചു നിൽക്കുന്നതും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തും വരുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതും അതിനേക്കാളും വലിയൊരു ഭാഗ്യം കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ കുറെ പേർ ഒരുപാട് നാൾ നടന്നിരുന്നു. പക്ഷേ അങ്ങനൊരു ഡെഫിനിഷന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. ജാസ്മിനെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നാണ് ജാസ്മിൻ ഒരുക്കിയ പിറന്നാൾ ആഘോഷം തന്ന സന്തോഷം പങ്കുവെച്ച് ഗബ്രി പറഞ്ഞത്.